നമസ്കാരം. TMT മീഡിയയിലേക്ക് സ്വാഗതം. മാന്യ ശ്രോതാക്കളെ, മലയാളികൾ അന്യസംസ്ഥാനങ്ങളിൽ പോയി ജോലി ചെയ്യുന്നതും അന്യസംസ്ഥാനക്കാർ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നതും തമ്മിലുള്ള അന്തരത്തെക്കുറിച്ച് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അവരോട് ഞാനൊന്ന് പറയട്ടെ. അന്യസംസ്ഥാനങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന മലയാളികളെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട്? വീട് വിട്ടാൽ ഓഫീസ്, ഓഫീസ് വിട്ടാൽ വീട് എന്ന രീതിയിൽ ലോകം കാണാതെ ലോകരെ കാണാതെ ജീവിക്കുന്ന സർക്കാർ ജോലിക്കാർക്ക് ഒരുപക്ഷെ അതിനെക്കുറിച്ച് അറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ അറിയാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ പറയാം. അന്യസംസ്ഥാനങ്ങളിൽ പോയ മലയാളികൾ നല്ലൊരു ശതമാനവും സ്വന്തമായി കച്ചവടം ചെയ്യുന്നവരാണ്. പിന്നെ നല്ലൊരു ശതമാനം ഓഫീസ് ജോലികൾ ചെയ്യുന്നവരുമാണ്. ബാക്കി വരുന്ന ചുരുങ്ങിയ ശതമാനം ആളുകൾ മലയാളികൾ തന്നെ നടത്തുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുമാണ്. അല്ലാതെ ഇവരാരും തന്നെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും പോയി അവിടുത്തെ ഒരു പാവപ്പെട്ട കൂലിപ്പണിക്കാരൻ്റെയും കഞ്ഞികുടി മുട്ടിച്ചിട്ടില്ല. ഒരു പാവപ്പെട്ടവൻ്റെയും പണി തട്ടിത്തെറിപ്പിച്ച് അവരുടെ പകരക്കാരനായിട്ടുമില്ല. അതുമാത്രമല്ല, ആ നാടുകളിലെ ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങളിലെ യുവക്കൾക്ക് പപ്പടപ്പണി മുതൽ പല തൊഴിലുകളും പഠിപ്പിച്ചു കൊടുത്ത് അവരുടെ വീടുകളിലെ പട്ടിണി മാറ്റിയിട്ടേ ഉള്ളൂ. അല്ലാതെ അവിടുത്തെ ആരെയും പട്ടിണിക്ക് ഇട്ടിട്ടില്ല. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന അന്യസംസ്ഥാനത്ത് ജീവിച്ച മലയാളികൾ കൈയടിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ ഇവർ മൂലം അവിടെ ദാരിദ്ര്യമുണ്ടായില്ല. പക്ഷേ അന്യസംസ്ഥാനക്കാർ കേരളത്തിൽ വന്നിട്ട് എന്താണ് സംഭവിച്ചത്? അവർ ഇവിടുത്തെ കൂലിപ്പണിക്കാരുടെ കഞ്ഞുകുടിയാണ് മുട്ടിച്ചത്. പാവപ്പെട്ടവൻ്റെ തൊഴിലാണ് അപഹരിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ ദാരിദ്ര്യമുണ്ടായത്. നിങ്ങൾ എന്താണ് കരുതിയത്? നാടിൻ്റെ രക്തയോട്ടം നടത്തുന്ന ഞരമ്പുകളാണ് ഇവിടുത്തെ കൂലിപ്പണിക്കാർ. ആ ഞരമ്പുകളാണ് തളർന്നത്. ആ രക്തയോട്ടമാണ് നിലച്ചത്. അതുകൊണ്ടാണ് ഇവിടെ ദാരിദ്ര്യമുണ്ടായത്. അതുകൊണ്ടാണ് അന്നദാനങ്ങളിൽ ആളുകൾ പെരുകിയത്. അന്നദാനങ്ങളിൽ പോയി കൈനീട്ടുന്നത് സാധാരണക്കാരാണ്, അല്ലാതെ സർക്കാർ ഉദ്യോഗസ്ഥരല്ല. ഇവിടെ എന്തു തന്നെ മലക്കം പറഞ്ഞാലും ഇവിടുത്തെ സമ്പന്നർക്കോ സർക്കാർ ഉദ്യോഗസ്ഥർക്കോ ഒന്നും തന്നെ ബാധിക്കില്ല. ഇവിടെ മഴ പെയ്താലും മഞ്ഞ് പെയ്താലും വെയിലുദിച്ചാലും അവർക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല. അവർ എപ്പോഴും സമ്പന്നതയിൽ തന്നെ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് വരെ സന്ധ്യാസമയങ്ങളിലെ നമ്മുടെ അങ്ങാടികളിലെ തിരക്ക്? രാത്രി 8-8:30 മണി വരെ കടകമ്പോളങ്ങളിൽ തിരക്കോട് തിരക്കായിരുന്നു. അന്യസംസ്ഥാനക്കാർ മെല്ലെ മെല്ലെ ഇഴഞ്ഞു വരാൻ തുടങ്ങിയതോടെ അങ്ങാടിയിലെ തിരക്കും കുറഞ്ഞു വന്നു. പിന്നീട് കണ്ട കാഴ്ച അമ്പരപ്പിക്കുന്നതായിരുന്നു. മലവെള്ളപ്പാച്ചിൽ പോലെയുള്ള അന്യസംസ്ഥാനക്കാരുടെ കുത്തൊഴുക്ക് തുടങ്ങിയതോടെ നാട്ടിൽ ദാരിദ്ര്യം നാമ്പ് നീട്ടി. കടകമ്പോളങ്ങളിൽ തിരക്ക് കുറഞ്ഞു. എന്താണ് കാരണം? സാധാരണക്കാരൻ്റെ കീശയിൽ കാശില്ലാതായി. കാരണം പുതിയ തലമുറ തൊഴിൽ രംഗത്തു നിന്നും അകന്നു നിന്നു. അതിന് കാരണം സർക്കാരിൻ്റെ ദീർഘവീക്ഷണമില്ലാത്ത ശമ്പള പരിഷ്കരണമായിരുന്നു. അത് വിദ്യാർത്ഥികളെ ആകർഷിച്ചു. കുട്ടികൾ തൊഴിൽ രംഗം വിട്ട് വിദ്യാഭ്യാസത്തിൽ അഭയം തേടി. അതോടെ തൊഴിൽ നഷ്ടപ്പെട്ട പല കുടുംബങ്ങളിലും ദാരിദ്ര്യവും പട്ടിണിയും കളിയാടാൻ തുടങ്ങി. മാന്യ ശ്രോതാക്കളെ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാക്കുകയാണ്. ബാക്കി വിശേഷങ്ങളുമായി നാളെ TMT മീഡിയ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ്. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. ദയവായി എല്ലാവരും ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. തോമസ് തരകൻ, മറ്റം.